ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പമ്പുളി ഇപ്പോൾ സീസണാണല്ലോ. അപ്പോൾ നമുക്ക് ഇരുമ്പമ്പുളി ചുട്ടെടുത്ത് ചമ്മന്തി അരയ്ക്കാം, ജ്യൂസ് അടിക്കാം. ഇരുമ്പമ്പുളി കൊണ്ട് നമുക്ക് പല സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. മീൻ കറി വയ്ക്കാം, ഇരുമ്പമ്പുളി തന്നെ ഇട്ട് കറി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സവിതക്കുട്ടിയാണ് ഇരുമ്പമ്പുളി പൊട്ടിച്ച് തരുന്നത്. സവിതക്കുട്ടി, അപ്പോൾ ഇരുമ്പമ്പുളി അച്ചാറിടല്ലേ അല്ലേ? ഇഷ്ടം പോലെ ഇരുമ്പമ്പുളി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇരുമ്പമ്പുളി അച്ചാർ കുറേ നാളായി മക്കൾ ചോദിക്കണേ. സബിത പിന്നെ ഇരുമ്പമ്പുളിനെ വേദനിക്കാത്ത രീതിയിലേക്കാണ് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അധികം വലിയ ഇരുമ്പമ്പുളി വേണ്ട. ഇതേ ഒരു മീഡിയം എളുപ്പത്തിലുള്ളത് നമ്മുടെ അമ്മക്കുട്ടി വന്ന് ഒരേ തരത്തിൽ നമുക്ക് അരിഞ്ഞ് തന്നു കഴിഞ്ഞു. പിന്നെ ഇത് അതിനുള്ള സംഭവങ്ങളൊക്കെയാണ്. ഒരു 250 ഇരുമ്പമ്പുളി ഉണ്ടാവും. അതിനൊരു 15 വെറ്റ് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് കുനുകുനാന്നരിഞ്ഞത്, പിന്നെ നമ്മുടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ ചൊറുക്ക, പിന്നെ കായപ്പൊടി, ബാലൻസിങ്ങിന് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ എണ്ണ, പിന്നെ നമ്മുടെ കായപ്പൊടി, നമ്മുടെ ഉലുവപ്പൊടി. പിന്നെ അതേ നമ്മൾ പാൻ വെച്ചു. നമ്മൾ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ അതേ ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എണ്ണയിലേക്ക് നമ്മുടെ കടുകുമണീനെ ഇട്ട് കൊടുത്തു. കടുകുമണി പൊട്ടി തുടങ്ങി. പിന്നെ കടുകുമണിയുടെ സ്ഥിരം കൂട്ടുകാരായി നമ്മുടെ വെളുത്തുള്ളീനെ ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി വഴണ്ട ഏകദേശം ശരിയായി വരുമ്പോൾ നമ്മുടെ ഇഞ്ചീനെ ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളി നല്ല മൂത്ത് വന്നപ്പോഴേക്കും നമ്മുടെ പച്ചമുളകിനെ ഇട്ട് കൊടുത്തു, കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. പിന്നെ അതേ നമ്മുടെ ഉലുവപ്പൊടി, കായപ്പൊടി ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മുടെ മുളക് പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, ഉപ്പുപൊടി, പിന്നെ 2 ടീസ്പൂൺ ബാലൻസിന് പഞ്ചസാര. പിന്നെ ഇവയെല്ലാം ഒന്ന് സെറ്റായി വഴണ്ട് വന്ന് ആ പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇരുമ്പമ്പുളീനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇരുമ്പമ്പുളീനെ ഇട്ട് കൊടുത്ത് ഒന്ന് നമ്മൾ ചേർത്ത് ഇളക്കി കഴിഞ്ഞ് നമ്മുടെ ഇടയിൽ വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. നമ്മളിതേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.